ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15 മുതൽ കേൾക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, നിങ്ങളോട് കൂടെ എന്നേക്കും ഉണ്ടായിരിക്കേണ്ടതിന് അവനൊരു മറ്റൊരാശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശു കർത്താവ് ചോദിക്കാം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടി നമ്മൾ ദൈവത്തെ സ്വീകരിക്കുകയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയാണെങ്കിൽ, കർത്താവ് പറയാം, എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും. എന്താണ് ദൈവം പിതാവിനോട് ചോദിക്കുന്നത്? നിങ്ങളോട് കൂടെ എന്നേക്കും വസിക്കേണ്ടതിന്, ഉണ്ടായിരിക്കേണ്ടതിന് അവൻ മറ്റൊരാശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. മറ്റൊരാശ്വാസപ്രദനെ, ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധയാത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ അയക്കുവാൻ ക്രിസ്തുവാകുന്ന യേശു പിതാവിനോട് ചോദിക്കും. ഏത് ആത്മാവാണത്? സത്യാത്മാവ്. ആ സത്യാത്മാവ് നമ്മുടെ മേലെ വരുമ്പോൾ നമ്മൾ സത്യത്തിലും ആത്മാവിലും ജീവിക്കും. നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമ്മൾ ആരാധിക്കും. ജഡീക മനുഷ്യൻ ആരാധിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നമ്മുടെ ആരാധന. ഒരു ജഡീക മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നമ്മുടെ പ്രാർത്ഥന. ഇവിടെ പറയാം, സത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാതിരിക്കുന്നതിനാൽ ലോകത്തിന് അവനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. അവന് നിങ്ങളിൽ വസിക്കേണ്ടതിന് ലോകത്തിൽ, ജഡത്തിൽ ലോകക്കാരെ പോലെ ജീവിക്കുന്നവർക്ക് ആർക്കും യഥാർത്ഥ സത്യാത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അവർ ജഡീകരാണ്. ആത്മീകരായി ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ പ്രകാരം ജീവിക്കുവാണെങ്കിൽ, തീർച്ചയായും യേശു കർത്താവ് പിതാവിനോട് ചോദിക്കും, നമുക്ക് വേണ്ടി ഒരു ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേലെ അയക്കും. ഇവിടെ പറയുന്നത് കേൾക്കാം, അവൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവനെ അറിയും. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, തിരുഹിത പ്രസാദപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവേഷ്ടത്തിനൊത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കരുത്. ഒരിക്കലും നമ്മൾ വിളിക്കുന്ന സമയത്ത് ദൈവം കടന്നു വരണം. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആ നിമിഷം നടക്കണം. അത് ചിന്തിക്കരുത് നമ്മൾ ഒരിക്കലും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നൊരു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. ഒരു ലൗകിക മനുഷ്യൻ നടക്കുന്നത് പോലല്ല ഒരു ആത്മീക മനുഷ്യൻ നടക്കുന്നത്. അവിടുത്തെ ആത്മാവ് നമ്മുടെ മേലെ വരും. നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മാറ്റം സംഭവിക്കും. ലോകക്കാരെ പോലെ നടക്കാൻ ദൈവം വിളിക്കത്തില്ല. ജഡീകരെ പോലെ നടക്കാൻ ദൈവം വിളിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലെ വന്നാൽ നമ്മൾ ആർക്ക് മാതൃകയായി ജീവിക്കണം? യേശു ക്രിസ്തുവിന് മാതൃകയായി ജീവിക്കണം. ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ജീവിക്കുന്നു. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. കർത്താവ് വിശുദ്ധനായതുപോലെ നമ്മളും വിശുദ്ധന്മാരായി വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയണം. പിന്നെ നമ്മൾ പഴയ സ്വഭാവത്തിലേക്ക് പോകരുത്. കാര്യം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? സത്യത്തിൻ്റെ ലോകം അവനെ കാണുകയില്ല. ജഡത്തിൽ സഞ്ചരിക്കുന്നവർക്കാർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല. അവർ ജഡീകരാണ്, ലോകക്കാരാണ്. ലോകവും അതിൻ്റെ ഇമ്പമെല്ലാം ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്നേഹം എന്നേക്കും എന്ന് നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ദൈവവചനത്തിൽ നീ വേരൂന്നി വളരുവാനാണ് ദൈവത്തിന് നിങ്ങളെ കൊണ്ടൊരു ഉദ്ദേശമുള്ളത്. ഹല്ലേലൂയ. അപ്പോഴാണ് പിശാചി തിന്മയ്ക്കായി ചെയ്തതെല്ലാം കർത്താവ് നന്മയ്ക്കായി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ.
പിന്നെ ജഡീക മനുഷ്യനെ പോലെ ജീവിക്കുമ്പോൾ അത് പിശാചിൻ്റെ പ്രവൃത്തിയിലായിരിക്കാം. അന്നേരം ഒരു ആത്മീയ പുരുഷനായി ആത്മീയ സ്ത്രീയായി നമ്മൾ ജീവിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരും. നമ്മളൊരു വെളിച്ചമാണ്. നമ്മളിലൂടെ ദൈവത്തിന് അനേക മക്കൾ, ഇരുട്ടിൽ കിടക്കുന്ന മക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നമ്മളെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി നമ്മൾ ദൈവം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വെളിച്ചമാണ്. ലോകത്തിൽ പ്രകാശിക്കുന്നൊരു വെളിച്ചമാണ്. ഒരു സത്യ വെളിച്ചമാണ് നമ്മുടെ മേലെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനിൽ പറയുന്നത്, ഇതാ ഉദയസൂര്യൻ നിന്നിൽ ഉദിച്ചിരിക്കുന്നു, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ മേൽ പ്രകാശം വന്നിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേലെ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നിന്റെ മേലെ വന്നിരിക്കുന്നു. ഇനി നീ ഇരിക്കലല്ല, നീ എഴുന്നേൽക്കണം. നീ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഇരുട്ടിൽ കിടക്കുന്ന മക്കൾക്ക് നിന്നിലൂടെ ദൈവത്തിന് വെളിച്ചം പകരാനുണ്ട്. നീ പോകുന്ന ദേശം നീ മൂലം അനുഗ്രഹിക്കപ്പെടണം. നീ പോകുന്ന ഭവനം നീ മൂലം അനുഗ്രഹിക്കപ്പെടണം. നീ പോകുന്ന പട്ടണത്തിൽ നീ മൂലം അനുഗ്രഹിക്കപ്പെടണം. നിന്റെ കാൽ വയ്ക്കുന്നത് ക്രിസ്തുവിന് സ്വന്തമായി തീരണം. കാര്യം ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത്. ദൈവത്തിൻ്റെ വെളിച്ചമാണ് നമ്മളിലേക്ക് ദേശത്ത് പകരുന്നത്. ആ വെളിച്ചം കണ്ടവരാരും പിന്നെ ഇരുട്ടിൽ പോകത്തില്ല, ജഡീക സ്വഭാവത്തിലേക്ക് പോകത്തില്ല. ഇതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ദൈവേഷ്ടം ചെയ്യുന്നതോ എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേലെ ഒരു സകലതും നന്മയ്ക്കായി വ്യാപരിക്കും. ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. പിന്നെ നമ്മുടെ മനോഭാവമല്ല, നമ്മളിൽ വസിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മനോഭാവം, ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞു. ഇനി പിറകോട്ട് നോക്കരുത്, പിറകോട്ട് പോകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ ദിനംതോറും വഴി നടത്തും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നമ്മുടെ ദൈവത്തോട് പറയുന്നതിന് മുൻപേ ദൈവത്തിനറിയാം. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്നിൽ പൂർത്തീകരിക്കുവാൻ ഒരുപാട് ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും വരും. ചില സമയങ്ങൾ നമ്മൾ പോയ ഇടത്തിൽ നിന്ന് നമ്മളെ ഇറക്കി വിടുന്ന ഒരവസ്ഥ വരും. നമ്മൾ കണ്ണുനീരും, ദൈവമേ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ വന്ന വേദന എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. അപ്പോഴേക്ക് കർത്താവ് പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമല്ലേ എന്ന് ദൈവം ചോദിക്കും. മോശയോട് കൂടെ ഇരുന്ന ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. നമ്മളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ജാതികൾക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കുകയെന്നേ. ഒരു നല്ല പൊന്നാക്കി, നല്ലൊരു മാനപാത്രമാക്കി തമ്പുരാൻ നമ്മളെ തീർക്കുകയാണ്. ഇന്നലെ വരെ നമ്മളൊരു ഹീനമായ പാത്രമാണെങ്കിൽ ദൈവം നമ്മളെ ഇന്ന് ഒരു മാനപാത്രമാക്കി തീർക്കുന്നേ. അനേകം മക്കളുടെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, അനേകം മക്കളെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, അനേകം മക്കൾ ഇരുട്ടിൽ കിടക്കുന്നു, തലമുറകൾ നശിച്ചു പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഓരോ ദിവസവും നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്നേ ദിവസമാണ്. ഇന്നാണ് ദൈവം നിങ്ങളെ ഒരുക്കാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കും ദൈവമക്കളെ. ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ കൂടെ വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഒരു നിമിഷം ദൈവത്തിനായി ഒന്ന് തുറന്നു കൊടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളിലൂടെ ജാതികൾ കാണുവാൻ ഇടവരുത്തെ. നിങ്ങളെ മാനിക്കാത്തവർ ഇന്ന് ദൈവത്തിലൂടെ നിങ്ങളെ മാനിക്കാൻ പോകുന്നതാണ്. ദൈവേഷ്ടം എന്താണെന്ന് നമ്മൾ രുചിച്ചൊന്ന് അറിയണം. തേനിലും മധുരമായി, തേൻ കട്ടയേക്കാളും മാധുര്യമായ ആ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. പിന്നെ നമുക്കൊന്നും പിന്മാറാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ മാതൃകയായി കഴിഞ്ഞാൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല.
പണത്തെ മോഹിച്ചു പോകുമ്പോൾ, ജഡത്തിൽ മോഹിച്ചു പോൽ ജഡത്തിൻ്റെ ഇഷ്ടം. അപ്പം പിശാചിൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുക. നീ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്ത് പോൽ നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. ഹല്ലേലൂയ. നീ ആത്മീയ ഭോജനം കഴിക്കണം. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്നിലൂടെ പൂർത്തീകരിക്കുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്ന മക്കളെ, നീ നിന്നെ പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുക്ക്. നിന്നെ വിളിച്ച ദൈവത്തിന് നീ വിട്ടുകൊടുക്ക്. നിനക്കൊരിക്കലൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നീ തളർന്നു പോകുന്നു, നീ വേദനിക്കുന്നു, നിന്റെ ഭാരം ആരോടും പറയാൻ പറ്റുന്നില്ല. നീ ദിനംതോറും കണ്ണുനീരിൽ താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് കർത്താവ് പറയും, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരാത്മാവ് വസിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരാൻ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി ദൈവനാമ മഹത്വത്തിനായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. അതൊന്ന് വിശ്വസിക്ക്. നിങ്ങളൊരു ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ഒരു ദേശത്തൊരു ഉണർവിനായി നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഒരു പട്ടണത്തിന് വേണ്ടി നിന്നെ ഒരു ചരിത്രമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു രാജ്യത്തിന് വേണ്ടി നിന്നെ ഒരു ചരിത്രമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ ഒന്ന് വിട്ടുകൊട്. ഒരു നിമിഷം നിന്റെ ദൈവത്തിനൊന്ന് നിന്നെ വിട്ടുകൊട്. ദൈവഹിതം എന്തെന്ന് നീ ഒന്ന് തിരിച്ചറിയും. കർത്താവിൻ നിന്നെ പുതുക്കി പണിയട്ടെ. ആ കുശവനായ കർത്താവിൻ്റെ കയ്യിൽ കളിമണ്ണായ നിന്നെ നീ ഒന്ന് കൊടുത്താൽ നിന്റെ സകല ഭാരങ്ങളും മാറിപ്പോകും. ഇന്ന് നിനക്ക് കഷ്ടമുണ്ട് എന്നാൽ സാരമില്ല. വരാൻ പോകുന്ന നിത്യ തേജസ്സിൻ്റെ ഘനമോർക്കുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടം സാരമില്ല എന്ന് നീ കണക്കാക്ക്. നീ ഒരു നിന്ദ കഥാപാത്രമാണോ? നീ ഭാരപ്പെടേണ്ട. നിന്നെ മാനിക്കാൻ പോകുന്ന ദൈവം ഇന്ന് ഈ നിമിഷം, ഈ വചനം കേട്ട നിമിഷം നിന്നിൻ്റെ ഹൃദയം നിന്നിൻ്റെ കർത്താവിനായി നീ വിട്ടുകൊടുക്കണമെങ്കിൽ ആ കർത്താവ് നീ ഒന്നായി തീരും. അവൻ്റെ ജീവൻ നിൻ്റെ മേലെ വ്യാപരിക്കും. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പൂർത്തീകരിക്കും. ജഡിക മനുഷ്യനായി ജീവിക്കല്ലേ പൊന്നുമക്കളെ, ആത്മ മനുഷ്യനായി നമ്മൾ ജീവിക്കുക. നമ്മളെ കുറ്റം വിധിക്കുന്നവർ കുറ്റം വിധിക്കട്ടെ, അതിൻ്റെ പിറകെ നോക്കരുത്. കുറ്റം വിധിക്കാനല്ല ദൈവം വിളിച്ചത്. രക്ഷാമാർഗത്തിൻ്റെ വഴി നിന്നിലൂടെ ജാതികൾക്ക് കാണിക്കാനാണ്. ദൈവത്തിൻ്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടുത്താനാണ് നിന്നെ വിളിക്കുന്നത്. നിന്റെ ഇടതും വലതും ഉള്ളവർ നിന്നെ കുറ്റം വിധിക്കുമ്പോൾ അവരെ നോക്കരുത്. നീ നോക്കണം ക്രൂശിലെ ആ പൊന്നുമുഖം മാത്രം. ആ വിളിച്ച ദൈവത്തെ മാത്രം നീ നോക്കണം. അവനാണ് നിന്റെ രക്ഷകരൻ, അവനാണ് നിന്റെ രക്ഷയുടെ പാനപാത്രം. അവനെ മാത്രം നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. എത്ര നല്ല വചനമാണല്ലേ. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ആർക്കും നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിച്ച്, നമ്മളിപ്പോൾ ഒരു ചിത്രമാണെങ്കിൽ കർത്താവ് നമ്മളൊരു ചരിത്രമാക്കാൻ പോകുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ നല്ല സ്വപ്നങ്ങൾ കാണാൻ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണും നിങ്ങൾ. അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. നീ ക്രിസ്തുവിൻ്റെ മാതൃകയാണെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആരൊക്കെ നമ്മൾ എന്തും പറയട്ടെ, അതൊന്നും കേൾക്കരുത്, അതിന് ചെവി കൊടുക്കരുത്. ദൈവശബ്ദത്തിനായി ചെവി കൊടുക്ക്. ആ ദൈവം വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറത്തില്ല. എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കാൻ മതിയായവരാണ്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നത് കുറവാണ്. യൂട്യൂബിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നുണ്ട് shainamohandas@gmail.com ആണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ദൈവത്തിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാം. സന്തോഷമായിരിക്കുന്നു. എനിക്കിങ്ങനൊരു വ്ളോഗ് ചെയ്യാൻ, യൂട്യൂബിൽ ചെയ്യുവാൻ എൻ്റെ അപ്പ എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് നാളുകളോടുകൂടി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോഴാണ് ആ സമയം വന്നത്, ദൈവത്തിൻ്റെ സമയം. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ, ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം മരിച്ചവരെ അതിക്രമങ്ങളായിരുന്ന ഞങ്ങളെ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീർന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, നിൻ്റെ മഹത്വം നീ ഞങ്ങളിലൂടെ കാണിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നീ വചനം കേട്ട അനേക മക്കളുണ്ട് കർത്താവേ. പല ഭാരത്താലും പ്രയാസത്താലും വേദനയാലും നിരാശയാലും
അവരുടെ ഹൃദയത്തിൽ വന്ന ആ വേദന, ആ ശാപവാക്കുകൾ, ആ നിന്ദകൾ, ആ പരിഹാസങ്ങൾ ആരോടും പറയാൻ പറ്റാതെ നെഞ്ചിലിട്ട് വിങ്ങിപ്പൊട്ടുന്ന കർത്താവേ, അങ്ങനെയുള്ള അങ്ങയുടെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പ കർത്താവെ, അവരോട് സംസാരിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ, നശിച്ചു പോകാൻ ഇടവരല്ലേ, യേശുവിൻ്റെ രക്ഷ കാണുവാൻ കൃപയാൽ നിർത്തേണമേ കർത്താവെ. ഓരോ മക്കളെ അവിടുന്ന് കരുതണമേ അപ്പ. വരാൻ പോകുന്ന മഹാമാരിയിൽ നിന്നും, ആപത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, അനർത്ഥത്തിൽ നിന്നെല്ലാം തമ്പുരാനെ നിന്റെ മക്കളെ രക്ഷിക്കുമെന്ന് യേശു ക്രിസ്തുവിൽ ഞങ്ങൾ പ്രത്യാശയോട് കാത്തിരിക്കുന്നു കർത്താവേ. യേശുവേ, നിന്റെ ഹിതം ഞങ്ങളിൽ വ്യാപരിക്കട്ടപ്പ. ഞങ്ങളുടേതായ ഇഷ്ടങ്ങളല്ല കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നീ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മയും കർത്താവിൽ നിന്നുളവാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.